പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം ആമുഖം. സ്ത്രീകളിൽ അനുഗ്രഹീതയായ പരിശുദ്ധ അമ്മ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ഈ മെയ് മാസത്തിൽ പരിശുദ്ധ അമ്മയിലേക്കാണല്ലോ നാം നമ്മുടെ കണ്ണുകളെ ഉയർത്തുന്നത്. യേശുവിൻ്റെ രക്ഷാകര കർമ്മത്തിൽ തനതായ കാർമ്മികത്വം വഹിച്ച സ്ത്രീരത്നമാണ് പരിശുദ്ധ അമ്മ. പിതാവിൻ്റെ പദ്ധതി അനുസരിച്ച് സ്വയം ബലിയായി തീർന്നുകൊണ്ടാണ് ക്രിസ്തു തൻ്റെ വേല പൂർത്തിയാക്കിയത്. എന്നാൽ ഇതിൽ ഒരു സ്ത്രീയുടെ സഹകരണം അത്യാവശ്യമായിരുന്നു. അതിനായി രക്ഷാകര പ്രവൃത്തിയിൽ ദൈവീക സഹകരണത്തിൻ്റെ അത്യുന്നത മാതൃകയായി വിമല കന്യക നിലകൊണ്ടു. പഴയ നിയമത്തിൽ ഹവ്വായുടെ പാപം മൂലമുള്ള വീഴ്ചയുടെ കഥയാണ് വിവരിക്കുന്നത്. എന്നിരുന്നാലും പാപത്തിനും അതിൻ്റെ അനന്തരഫലങ്ങൾക്കും എതിരെയുള്ള പോരാട്ടത്തിൽ ഒരു സ്ത്രീയെ ദൈവം തിരഞ്ഞെടുത്തുവെന്ന് പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇതിൻ്റെ വിശദീകരണമാണ് മംഗളവാർത്താ സംഭവത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവദൂതൻ പരിശുദ്ധ അമ്മയോട് ലോകരക്ഷകനെ പറ്റി വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ പരിശുദ്ധ അമ്മ അത് സന്തോഷത്തോടെ സ്വീകരിച്ചു. 2-ാം വത്തിക്കാൻ കൗൺസിൽ ഇതിനെ അടിവരയിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: മനുഷ്യാവതാര സംഭവത്തിനു മുന്നോടിയായി സ്ത്രീകളിൽ അനുഗ്രഹീതയായ ഒരു മാതാവിൻ്റെ സമ്മതം വേണമെന്നാണ് കരുണാസമ്പന്നനായ പിതാവ് ഇച്ഛിച്ചത്. അങ്ങനെ പാപം മൂലം മരണത്തിന് അർഹയാക്കിയ ഒരു സ്ത്രീക്ക് പകരമായി രക്ഷകന് ജന്മം നൽകുന്നതിലൂടെ മറ്റൊരു സ്ത്രീ ജീവനായി ഭവിച്ചു. സ്ത്രീവർഗത്തിൻ്റെ പരിപൂർണമായ സ്വാതന്ത്ര്യവൽക്കരണമാണ് മേരിയിൽ കാണപ്പെടുന്നത്. നസ്രത്തിലെ കന്യകയെ തൻ്റെ തിരുക്കുമാരന് ജന്മം നൽകാൻ പിതാവ് ക്ഷണിച്ചപ്പോൾ മേരിയുടെ "ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുകൾ എന്നെ നിറവേറട്ടെ" എന്ന മറുപടി ലോകത്തിലെ ഏറ്റവും മനോഹരമായ മറുപടിയായി മാറി. പരിശുദ്ധ അമ്മയുടെ ഈ വണക്കമാസത്തിൽ അമ്മയുടെ കൈ പിടിച്ച് നമുക്ക് ഈശോയുടെ അടുത്തേക്ക് എത്താം.